ഭഗവാൻ സമ്പൂർണ്ണ പ്രണയം തന്നെയാണ്. പക്ഷെ അത് ഈ ഭൂമിയിലുള്ള പ്രണയത്തെയല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാനോടുള്ളത് പ്രേമഭക്തിയാണ്. അതായത് അതിനൊരു പ്രത്യേക വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, രാഗാനുഗ ഭക്തി എന്നൊക്കെ പറയും. അത് ഭഗവാനോടുള്ള ആ ഒരു ഉയർന്ന ഭക്തി, അവിടെ ശരീരത്തിനല്ല ഇമ്പോർട്ടൻസ്. അമ്പിളി മാം, വെൽക്കം ടു എബിസി മലയാളം ജ്യോതിഷം. നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. മാമിൻ്റെ വീഡിയോസിലെല്ലാം കൃഷ്ണനെ കുറിച്ച് ഒരുപാട് പറയുന്നതായിട്ട് കണ്ടു. നമ്മളൊക്കെ കേട്ട കൃഷ്ണൻ എന്ന് പറയുന്നത് പ്രേമത്തിൻ്റെയൊക്കെ ഒരു അത്ര ഫീല് തരുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആരായിരുന്നു? അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലം, നമുക്ക് മലയാളികൾക്ക് ഗുരുവായൂരാണ് ഏറ്റവും വലുത്. അപ്പം അവിടെ തൊഴേണ്ടതും അവിടുത്തെ രീതികളെക്കുറിച്ചും എല്ലാം ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും എനിക്കറിയാവുന്നത് പറഞ്ഞു തരാം. നമ്മൾ അറിവിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആരും പൂർണ്ണരല്ല. എല്ലാവർക്കും പരിമിതികൾ ഒരുപാടുണ്ട്. കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ എപ്പിസോഡോ അല്ലെങ്കിൽ ഈ ജന്മമോ മതിയാവില്ല. ഭഗവാനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ എന്നാണ്, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ് പറയുന്നത്. പൊതുവെ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ഭഗവാനെ എനിക്ക് ജോലി തരൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ല കല്യാണം വേണം, ഒരു കുട്ടി വേണം. പക്ഷേ യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഇതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്തിയിലുള്ള ഉയർച്ചയാണ്. നമുക്ക് ഭക്തിയിൽ ഉയരാൻ പറ്റിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. പിന്നെ കുറേ പേർക്കൊരു ഡൗട്ടുണ്ട്, കൃഷ്ണനാണോ ആദ്യം അല്ലെങ്കിൽ വിഷ്ണു ആണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ തന്നെയാണ് സുപ്രീം ലോർഡ്. അപ്പം അത് ഏറ്റവും കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തിച്ചത് ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയാണ്, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സംഘടന. അപ്പം അതിൽ നമ്മുടെ ഗുരു ശ്രീല പ്രഭുപാജി, ജയപതാക് മഹാരാജ്, അവരിലൂടെയാണ് കുറച്ചെങ്കിലും നമുക്ക് കൃഷ്ണനെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ഭഗവാന് ഏറ്റവും, നമ്മളെല്ലാവരും ഭഗവാനെ നോക്കി പോകുന്നുണ്ട് അല്ലേ? പക്ഷെ ഭഗവാൻ പറയുന്നു അദ്ദേഹം നോക്കുന്നത് ശ്രീമതി രാധാറാണിയാണ്. അതായത് ഭഗവാന്റെ അന്തർശക്തിയായ ശ്രീമതി രാധാറാണി ഉണ്ടെങ്കിലേ ഭഗവാൻ ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പം ദേവിയുടെ ഭാവമാണ് ശ്രീമതി രാധാറാണിക്ക്. ആ ഭാവം തന്നെയാണ് നമ്മുടെ ഭദ്രകാളി, അങ്ങനെയൊക്കെ വരുന്നത്. ദേവി നമുക്ക് നൽകുന്നത് ഭൗതിക സുഖങ്ങളാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകുന്നത് ആത്മീയ സുഖമാണ്. ആത്മീയ സുഖത്തിലെത്തുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റ് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അതായത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു വീടുണ്ടാക്കി നല്ലൊരു വണ്ടി വാങ്ങിച്ചു, നല്ല വിവാഹം ചെയ്തു, എന്നിട്ടും നമ്മൾ എന്താവുന്നില്ല, സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. എന്തെങ്കിലും വീണ്ടും വീണ്ടും നമുക്ക് കുറവുകൾ വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ. പക്ഷേ ഒരു ഭഗവാനെ ഭജിച്ചിട്ട് നമ്മളൊരു സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് വിഷയമേ അല്ല. കിടന്നുറങ്ങാൻ ഇന്ന പ്ലേസ് വേണം, അല്ലെങ്കിൽ കഴിക്കാൻ ഇന്ന ഭക്ഷണം വേണം, ഇങ്ങനെയുള്ള ഒന്നും. അതാണ് ഭക്തിയിൽ ഉയർന്നാലുള്ള നമ്മുടെ അതീന്ദ്രിയ അവസ്ഥ എന്ന് പറയുന്നത്. എന്തുണ്ടോ അതിൽ നമ്മൾ തൃപ്തരായിരിക്കും. അങ്ങനെ കൃഷ്ണനെ മനസ്സിലാക്കി ഗുരുവായൂർ നടയിൽ ചെല്ലുന്ന ഒരാളും ഭൗതികമായിട്ട് ഒന്നും ആഗ്രഹിക്കില്ല. എന്നാൽ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുമ്പം ഭൗതികത നമുക്ക് കിട്ടുന്നുണ്ട്. പലരും പറയും, ഗുരുവായൂർ പോയി പാൽപ്പായസം നടത്തിയപ്പം എൻ്റെ കാര്യം നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഭഗവാൻ നടത്തുന്നതല്ല. ശരിക്കും ഭഗവാന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവി തരുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ വീട്ടിലിപ്പം ഒരാൾ കല്യാണം എന്തെങ്കിലും ഇൻവിറ്റേഷനൊക്കെ ആയിട്ട് വരുമ്പം എന്നെ മാത്രം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പോവില്ല. എൻ്റെ ഹസ്ബൻഡിനെ മാത്രം ഇൻവൈറ്റ് ചെയ്താലും നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഭഗവാന്റെ വക്ഷസ്ഥാനത്ത് ലക്ഷ്മി ദേവി ഇരിക്കുമ്പം ആരാണോ ഭഗവാനെ കാണാൻ ചെല്ലുന്നത്, ആരാണോ കൃഷ്ണനെ ഉള്ളിൽ നമ്മൾ സ്ഥാപിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി അവിടെ ദേവിയുടെ കടാക്ഷം കിട്ടും. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അർജുനനോട് ഗീതയിൽ, ഗീത മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ അർജുനനെ പോലെ ആയിരിക്കണമെന്ന്. അർജുനൻ ഭഗവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്താണ്, ഗുരുവാണ്, സഹോദരനാണ്. അങ്ങനെ എല്ലാ നിലയിലും നിന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ മുന്നോട്ട്. ഇല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പരാതികളായിരിക്കും, കുറവുകളായിരിക്കും. ഭഗവാനെ അറിയുന്ന ഒരു വ്യക്തി പൂർണ്ണനായിരിക്കും. കാരണം അദ്ദേഹത്തിന് പിന്നെ ഭൗതിക ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് നടക്കിൽ ചെന്ന് പ്രാർത്ഥിക്കാനും ഒന്നുമില്ല. ആ തൃപ്പാദ വിന്ദങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാതാര വിന്ദങ്ങളൊന്ന് കാണാൻ പറ്റിയാൽ മതി. ഭഗവാൻ ഒരു ഭാഗത്ത് പറയുന്നു, എല്ലാവരും എന്താണ് എൻ്റെ പാദം തേടി വരുന്നത്. കൃഷ്ണപാദം എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശരിക്കും നമ്മളെപ്പോലെയുള്ള സാധാരണ വ്യക്തികൾക്ക് ഒരിക്കലും ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാൻ പോലുള്ള യോഗ്യതയില്ല. ജന്മജന്മാന്തരങ്ങൾ പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒത്തിരി പാപങ്ങളുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യജന്മം. അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ ഭഗവാനെ അറിയാൻ ഇടവരികയാണ്. അങ്ങനെ അറിയാൻ ഇട വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ നാമവുമായിട്ട് ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും നമുക്കതൊരു വിഷമം തോന്നില്ല. കാരണം എല്ലാവരും മരിക്കും. ജനനമുണ്ടെങ്കിൽ ജനനത്തിനോടൊപ്പം മരണമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ചെറിയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കി, അദ്ദേഹം പറയുന്ന ആ സാത്വിക രീതി എന്താണെന്ന് മനസ്സിലാക്കി ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിലുള്ള ഒരു വേദനകളും നമ്മൾക്ക് എഫക്റ്റ് ചെയ്യില്ല.
ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ മനസ്സിലാക്കും നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ആത്മാക്കളാണ്. ഈ ശരീരം കൊണ്ടുണ്ടായിരിക്കുന്ന ബന്ധങ്ങളാണെല്ലാം, അച്ഛൻ, അമ്മ, ചേട്ടൻ, ഭർത്താവ്, ചേച്ചി, കുട്ടികൾ. പക്ഷേ ഇവരിലൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയാൽ നമ്മൾ മാക്സിമം ഒരു 16 ദിവസം വിഷമിക്കും, ഇല്ലെങ്കിൽ ഒരു 41 ദിവസം വിഷമിക്കും. പോട്ടെ ഒരു 5 വർഷം തുല്യമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബലിയൊക്കെ ഇടും, പിന്നെ കരച്ചിൽ പോലും ഇല്ല. അതായത് അതിനോട് നമ്മൾ പൊരുത്തപ്പെടുകയാണ്. ഇതേ അവസ്ഥയാണ് കൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഭൗതികതയിൽ നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം ഭഗവാൻ ചെയ്യൽ എന്താണെന്നറിയും, നമ്മളിൽ നിന്ന് എല്ലാം എടുത്തങ്ങ് മാറ്റും. നമുക്ക് എത്ര സമ്പത്തുണ്ടോ, എത്ര വലിയ പൊസിഷനുണ്ടോ, എല്ലാം ഭഗവാൻ കളയും. പൂർണ്ണമായിട്ട് ഒരു ഗ്ലാസ്സിൽ ക്ലിയർ വെള്ളം വെച്ചതുപോലെ നമ്മുടെ മനസ്സും ശരീരവും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയുമ്പോൾ ഭഗവാൻ നമുക്കെല്ലാം ഭഗവാന്റെ വൈഫായ ലക്ഷ്മി ദേവി തരും. പക്ഷേ ഇതിനോടൊന്നും നമുക്ക് ആസക്തി ഉണ്ടാവില്ല. ഇപ്പോഴും അമ്പലത്തിലൊക്കെ ചെന്നാൽ, പ്രത്യേകിച്ച് ഗുരുവായൂർ ചെന്നാൽ, നമ്മൾ ആദ്യം പറയേണ്ടത് ഭഗവാനെ എനിക്ക് ഭക്തി തരൂ, അങ്ങേ അറിയാനുള്ള ഒരു ആഗ്രഹം ഈ ജന്മത്തിൽ എനിക്കുണ്ട്, അതങ്ങ് പൂർത്തിയാക്കി തരൂ. ആ ഒരു പ്രാർത്ഥന മതി. കാരണം ഭഗവാൻ അറിയാം ഭക്തൻ എന്ത് കൊടുക്കണമെന്ന്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.